ഹായ്, ആനി ആൻഡ് ഷാജി കൈലാസ്. സ്വന്തം മകൻ എയറിലേക്ക് എടുത്തുവിട്ട ആനി ചേച്ചി. പ്രിയങ്കയോട് ചോദിച്ച ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് ആനിയെ ആണ് മകൻ അത്യാവശ്യം അവരുടെ കണ്ടൻ്റാക്കി മാറ്റിയിട്ടുണ്ട്. അവൻ്റെ കണ്ടൻ്റാക്കി മാറ്റിക്കൊണ്ട് എയറിലേക്ക് വിട്ടിരിക്കുന്നത്. ആ ഒരു വ്ളോഗ് ശരിക്ക് ഹൃദ്യമായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ചെറുക്കൻ റീച്ച് ആവും. എന്താണെന്നറിയാമോ, അവൻ മാർക്കറ്റ് വൽക്കരിക്കാൻ ഉപയോഗിക്കുന്നത് അവൻ്റെ അച്ഛനെ അമ്മയാണ്. ആക്ച്വലി എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതമാണ് അവരുടേത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല സ്മാർട്ടായ, ബോൾഡായ, അത്യാവശ്യം നല്ല ഒരു എന്താ പറയണേ, ഫിലിമിലൊക്കെ വരിക എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമല്ലല്ലോ. അപ്പോൾ അത്യാവശ്യം കാര്യപ്രാപ്തിയുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു കുലസ്ത്രീയായി രൂപാന്തരപ്പെടുന്നതും പിന്നെ കുലസ്ത്രീയായി ജീവിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ ലൈഫ് കാണുക എന്നുള്ളത് ഓരോ കേരളീയരുടെയും ഒരു ഭയങ്കര താല്പര്യമുള്ള സെക്ഷനായിരിക്കും. ഓരോ കേരളീയരുണ്ടെന്ന് വെച്ചാൽ ഞാനെങ്ങനെയാണ് കേട്ടോ, എനിക്ക് താല്പര്യമുണ്ട് ആനി ചേച്ചി എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്നതെന്ന്. തുടക്കം തന്നെ പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പൊളിയലാണ്. പക്ഷേ ആനിയെ എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ, ബേസിക്കലി എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ വീട്ടിൽ, മക്കളോട് ഇതൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. എൻ്റെ മകനും ഇതുപോലെയാണ്. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും പോയിരുന്ന് പഠിയടാന്ന്. സത്യത്തിൽ അത് എത്രത്തോളം ബോറാണെന്ന് അവരുടെ വ്ളോഗ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തെങ്കിലുമൊക്കെ നമ്മളോട് വല്ലതും ചോദിക്കാനും പറയാനും ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ പറഞ്ഞ് വെറുപ്പിക്കുന്നത് നിർത്തലാക്കണമെന്ന് എനിക്ക് ഈ വ്ളോഗ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. ആക്ച്വലി സൂപ്പറാണ് അമ്മയും മോനും, ഒരു മോശവുമില്ല. പക്ഷേ എന്താണെന്നറിയാമോ, നമ്മൾക്കൊരു വിഷയത്തിനെ പറ്റി ആധികാരികമായി അറിയില്ല എങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് പറയാതിരിക്കുക എന്നുള്ളൊരു ഗ്രേറ്റ് തിങ് ആണ്. അതായത് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ആനി പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അവിടെ വരുന്ന പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നൊരു സാഹചര്യമുണ്ട്. ആനി ഇന്ന് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ നിങ്ങളത് പോയി കണ്ട് അവനൊരു അല്പം അക്സെപ്റ്റൻസ് കൊടുക്കും. ആനിയുടെ മകൻ്റെ ചാനൽ എല്ലാവരും പോയി കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സൂപ്പറായിട്ട് അവനത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വ്ളോഗിൽ നല്ല റീച്ചും നല്ല വ്യൂ ഒക്കെ ഉണ്ട്. തുടർന്നും വരട്ടെ. കൂടുതൽ അമ്മയും അച്ഛനെയും തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ അവന് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ ആനി ശരിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ ആനിയുടെ ഉള്ളിൽ ആനി അനുഭവിച്ച ബുദ്ധിമുട്ട്, ബോൾഡ്നെസ് ഒക്കെ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല കേട്ടോ. മേ ബി ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഏറ്റവും നല്ല ടെററായിരിക്കും അവരെന്നുള്ളത് സത്യമാണ്. നല്ല ശക്തിയായ ഒരു വനിതയാണ് അവർ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാത്തത് ഷാജി കൈലാസിൻ്റെ മിടുക്കാണ്. നമുക്ക് സ്നേഹം കൊണ്ട് ഒരാളെ തിരുത്താനും ഒരാളെ ചേർത്ത് നിർത്താനും പറ്റും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഷാജി കൈലാസ്. സ്നേഹം കൊണ്ടാണ് പുള്ളിക്കാരൻ ആ നല്ല അത്ഭുത പ്രതിഭയെ മയക്കി അടിച്ച് അടുക്കളക്കാരിയാക്കി വെച്ചിരിക്കുന്നത്. അടുക്കളക്കാരിയാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അവിടെയും തോൽക്കാതെ, അതായത് അവർക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടിയത്. അതിൽ കൂടെയെങ്കിലും 10 പെൺകുട്ടികൾക്ക് നല്ല അവയർനെസ്സോ മോട്ടിവേഷനോ കൊടുക്കുന്നതിന് പകരം കുക്കിംഗ് ആൾവേസ് കുക്കിംഗ് എന്ന് മാത്രം പറയുന്നു. കുക്കിംഗ് ഒരു പാഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് കുക്ക് ചെയ്യുക. സ്പെഷ്യലി അത് കഴിക്കാൻ മക്കളും കൂടെ ആണെങ്കിൽ ആഹാ, തീന്മേശ നിറയ്ക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി തള്ളും. ഒരു 5 മിനിറ്റ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ 50 വിഭവം ഉണ്ടാക്കാൻ വെപ്രാളപ്പെടും. കാരണം കഴിക്കുന്നത് മക്കളാണ്. അപ്പോൾ അതൊരു പാഷൻ തന്നെയാണ്, നല്ല കാര്യമാണ്. പക്ഷേ ആനിയുടെ ടങ്ക് അത് പ്രശ്നമാണ്. അതൊന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇനിയും എയറിലേക്ക് പോകും. ഏകദേശം പുള്ളിക്കാരത്തി എയറിലാണെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. ഫെമിനിസം എന്താണെന്ന് ഒന്ന് വായിച്ച ശേഷം അതിനെപ്പറ്റി ശരിക്കും ആധികാരികമായി പറയുക. നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ ലൈഫ്, ഇതൊക്കെ തന്നെയായിരിക്കും മിക്ക ആളുകളുടെയും ഒരു സംസാര ഭാഷയൊക്കെ. അതായത് നമുക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത്. പക്ഷെ നമ്മുടെ അനുഭവങ്ങളല്ല മറ്റു പലരുടെയും അനുഭവങ്ങൾ. ഇപ്പം ഉദാഹരണം പറയാം. ആനി സേഫ് ആൻഡ് സെക്യൂറായ ഒരു കുടുംബസ്ഥയാണ്. ഒരു റേപ്പ് വിക്ടിമിൻ്റെ വാക്കുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവൾ അനുഭവിച്ച ദുഷ്കരമായ പാതകൾ, ബുദ്ധിമുട്ടുകൾ, അതിനേക്കാൾ ഉപരി അവൾ അനുഭവിച്ച ആ ഒരു മാനസിക പീഡനം, ശാരീരിക പീഡനം, ഇതൊക്കെ നമുക്ക് എന്താ പറയണേ, നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അനുഭവിക്കാൻ തന്നെ നമ്മൾ പോയി റേപ്പിന് നിന്ന് കൊടുക്കുക എന്നല്ല, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മളുടെ വാക്കുകളിലെങ്കിലും ആ അനുഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മിണ്ടാതിരിക്കുക, ആ പോഷൻ സംസാരിക്കാതിരിക്കുക. അതാണ് ചുരുക്കം. അതായത് ഉത്തമ ഇത്രയേ ഉള്ളൂ. അറിയാത്ത കാര്യം ചിലയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. മമ്മിയോടത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കൊള്ളാടാ മോനെ, അതിന് ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല. സൂപ്പർ. ഇവിടെയുള്ള കുറേ തൊപ്പിയിട്ട കഴുകന്മാരും തൊപ്പിയിടാത്ത കഴുകന്മാരും കാറിനകത്തിരിക്കുന്നവനും കൈകാല ആരോഗ്യമുള്ളവനും ഒക്കെയാണല്ലോ നിൻ്റെ റോൾ മോഡൽസ്. ഓൾ ദ ബെസ്റ്റ്. മുന്നോട്ട് വരിക, നല്ല നല്ല കാര്യങ്ങളുമായിട്ട് വരിക. നല്ല റിയാക്ഷൻ വീഡിയോസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ വ്ളോഗിങ് ഞാൻ നല്ലതെന്ന് തോന്നുന്നു. ഫാമിലി വ്ളോഗിലാണെങ്കിൽ യു വിൽ
റീച്ച്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ആനിയെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്. നല്ലൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അത്യാവശ്യം ബോൾഡായ സൂപ്പർ സുന്ദരിയായ നല്ല ടാലൻ്റുള്ള ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം ഒരു മുതുക് പണ്ടാരത്തിൻ്റെ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ കൂടെ ലൈഫ് ടൈം കുലസ്ത്രീയായിട്ട് അവിടെ കയറി കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം മ്ലേച്ഛത, അത് എന്താണ് അവൾ അങ്ങനെ തീരുമാനിക്കുക എന്നുള്ള കൗതുക കാഴ്ചയ്ക്ക് നിൻ്റെ വീടും നിൻ്റെ വ്ളോഗും ഞങ്ങൾ കാണും. ഞാൻ കാണും. ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഹൈപ്പും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. നന്നായി വരട്ടെ, മുന്നേറി വരിക എന്നുള്ളതാണ്. അമ്മ അച്ഛനെ വിൽക്കാതിരുന്നൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ചിലപ്പോൾ ഹാഷായിരിക്കാം വേർഡ്, ബട്ട് സീരിയസ്ലി യു ആർ ഡൂയിങ് ദി സെയിം തിങ്. അതായത് അമ്മയും അച്ഛനെയും തന്നെയാണ് കൊച്ചു മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. വ്ളോഗ് എന്ന് പറയുന്നത് ഫാമിലി ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നല്ല കാര്യമാണ്. പിന്നീട് അതെന്തിന് അവിടെ നടന്നു, അതെന്തിവിടെ നടന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരരുത്. അമ്മ പറഞ്ഞതൊരു വലിയ പോയിൻ്റാണ് കുട്ടി. നമ്മളുടെ എന്ത് സാധനവും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും, പക്ഷെ നമ്മുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിരുന്ന സാധനം നമ്മളെ നിന്ന് പോവില്ല. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യൻ കരുതി വെക്കേണ്ട ധനം. അതിനകത്ത് ഉഴപ്പ് കാണിച്ചിട്ട് ഈ പറയുന്ന കാറോളിയെ കണ്ടിട്ട് നീ ഇറങ്ങല്ലേ ദയവ് ചെയ്തിട്ട്. അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിച്ച് തുടങ്ങും. നിവൃത്തി കേടുകൊണ്ട് പലരും ഒക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും. അല്ലാതെ എന്താ പറയണേ, ടാലൻ്റ് ഉള്ളവരും ചെയ്യും. പക്ഷെ അതിലൊക്കെ അതൊക്കെ കണ്ട് അട്രാക്ട് ചെയ്ത് ഇറങ്ങുന്നതിന് പകരം നല്ല എന്തെങ്കിലും തൊഴിൽ, സ്പെഷ്യലി അച്ഛൻ നല്ലൊരു പ്രതിഭയാണ്, അമ്മ അതിനേക്കാൾ നല്ലൊരു കലാകാരി, ആ കല എവിടെയോ നിന്നിലുണ്ടാവും. എന്തൊരു ഭംഗിയാണ് കുട്ടീനെ കാണാനായിട്ട്. അത് ഒന്ന് പ്രസൻറ്റ് ചെയ്തൂടെ എന്നുള്ളതാണ് എൻ്റെ സജഷനാണ്. കൊച്ചത് കേൾക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും സൂപ്പർ. അമ്മ പറഞ്ഞതിൻ്റെ തെറ്റ് അമ്മ അവിടെ തിരുത്തിയിട്ടുണ്ട്. അതായത് തലയിലേക്ക് കയറിയിരിക്കുന്ന കുലസ്ത്രീ ഒരു നിമിഷം അവിടെ നിന്ന് ഇറങ്ങി നിന്നു. കാരണം മകനാണ് സംസാരിക്കുന്നത്. പറയുന്ന മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും മകൻ അത് അങ്ങോട്ട് അബ്സോർബ് ചെയ്യും, പ്രശ്ന എന്ന് മനസ്സിലാക്കിയ ഒരു അമ്മയാണ് അവിടെ സംസാരിച്ചത്. ആനി എൻ്റേർലി ഡിഫറൻ്റാണ് വീട്ടിൽ, എൻ്റേർലി ഡിഫറൻ്റാണ് ആ ഷോയിൽ. നമുക്ക് പലപ്പോഴും തോന്നുന്നു ആനി വളരെ ഇന്നസെൻ്റ് ആയിട്ട് ആ ഷോയിൽ കാണിക്കുന്ന വ്യക്തിത്വം തന്നെയാണ് വീട്ടിലെന്ന്. ഒരിക്കലും അല്ല എന്നുള്ളത് ഈ പയ്യൻ്റെ വ്ളോഗ് കണ്ടാൽ മാത്രം മനസ്സിലാക്കും. തെറ്റാണെങ്കിൽ ആ തെറ്റുപറ്റി തിരുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഈസി. അല്ലാണ്ട് ആ തെറ്റിനെ ന്യായീകരിക്കാൻ പോയി കൂടുതൽ അവതാളത്തിലേക്ക് പോകരുതെന്നേ പറയാനുള്ളൂ. സമത്വം എന്താണെന്ന് നിനക്ക് അറിയത്തില്ല, ഫെമിനിസം എന്താണെന്നും അറിയത്തില്ല. ട്രോള് കിട്ടിയത് കൊണ്ട് നീ പരാജയപ്പെടുകയുമില്ല. പക്ഷേ ഫെമിനിസ്റ്റ് ചിന്താധാരയുള്ളവരെ അടച്ചാക്ഷേപിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വനിതയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണം. അറ്റ്ലീസ്റ്റ് ശ്രമിക്കുകയെങ്കിലും ചെയ്യണം. പുസ്തകങ്ങളൊക്കെ കിട്ടും, വായിച്ചു നോക്കുക. ഒരുപാട് പേരുടെ ലൈഫ് ഹിസ്റ്ററി, ജോഷ് ടാക്സ് ഒക്കെ പോലുള്ളത് കാണുക. ഏകദേശമൊക്കെ ഒരു ചെറിയ രൂപം കിട്ടും. നമ്മളാണ് സ്ത്രീ, നമ്മളിൽ കൂടെ മാത്രമേ സ്ത്രീകൾ ഉണ്ടാവൂ, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളാണ് എല്ലാ സ്ത്രീക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. പലർക്കും പല അനുഭവങ്ങളാണ്. ഒരുപാട് പേര് പുറത്തു പറയാനാകാതെ ഉള്ളിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ മുമ്പ് ഈ കുലസ്ത്രീ പരിവേഷം കൊണ്ട് തള്ളിച്ചെല്ലരുത്. കാരണം അടിമയാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൺ മേൽക്കോയ്മയുള്ള സമൂഹത്തിൽ സ്ത്രീക്ക് പവർ കിട്ടണമെങ്കിൽ നമ്മളെപ്പോലുള്ളവർ, അതായത് സെക്യൂർ ലൈഫ് ലീഡ് ചെയ്യുന്നവർ ഈ വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പഠിച്ച് പറയണം. അത് പറയുകയാണെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാതെ ഞാനിങ്ങനെയാണ്, എനിക്ക് കുലസ്ത്രീ, അങ്ങ് നിങ്ങളും കുലസ്ത്രീ ആയിക്കോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. ഞാൻ പറഞ്ഞില്ല, സിറ്റുവേഷൻ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവരും ഷാജി കൈലാസ് ആയിരിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കെയറിങ് ആയ, നന്നായി നോക്കുന്ന നല്ലൊരു ഭർത്താവുള്ളവർക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെ നിങ്ങൾ അടുക്കളയിൽ തടച്ചിടാൻ പറയരുത്. അടുക്കള അത്തരത്തിലൊരു സാധനമാണ്. നമ്മൾ നേരം വെളുത്ത് ഇരുട്ടണോരെ വേല ചെയ്താലും നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നിനക്കിവിടെ എന്താ പണി എന്നാ ചോദിക്കുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇരുന്ന് 2 വ്ളോഗ് ചെയ്താൽ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നായിരിക്കും അടുത്ത ചോദ്യം. അതായത് നമ്മൾ ചെയ്യുന്ന പണിക്ക് എത്ര തന്നെ കഷ്ടപ്പാടുണ്ടെങ്കിലും അത് അംഗീകരിച്ച് തരാൻ മടിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് ചുരുക്കം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വിഷയം എടുക്കണമെന്ന് വിചാരിച്ചതല്ല. ആക്ച്വലി എനിക്കങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ്, ഇഞ്ച് ബൈ ഇഞ്ച് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ ഇഷ്ടമില്ല. വളരെ ക്യൂട്ടായിരുന്നു അവൻ്റെ വ്ളോഗ്, സൂപ്പർ. കുറച്ചുകൂടെ ക്യാമറ ട്രിക്സൊക്കെ അവൻ പഠിക്കാനുണ്ട്. ബട്ട് ഗ്രാജുവലി നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് അവൻ തരുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. അക്കൂടെ ആനിയുടെ കുടുംബജീവിതത്തിൻ്റെ കുറച്ച് ഒരു മിന്നലാട്ടം പോലെ എന്തൊക്കെയോ നമ്മൾ കണ്ടു. ആകെ ഫ്രസ്ട്രേറ്റഡായ ഒരു മദറായിട്ടാണ് എനിക്ക് മനസ്സിലായത്. മകൻ ഈ ഒരു പരിപാടി ചെയ്യുന്നതിനോട് അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ റവന്യൂ വരുമ്പോൾ അമ്മയുടെ താല്പര്യം ചിലപ്പം മാറാൻ ചാൻസസ് ആർ ദെയർ.
പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്തോ അതല്ലേ നമ്മുടെ മക്കൾ നമുക്ക് തരിക. നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലപോലെ ആക്കി കൊടുത്ത ആൾ എടുത്ത് ചാടി പോയി ഒരു വീട്ടിൽ പോയി അടുക്കള പണി ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ വീട്ടുകാരെന്ത് അനുഭവിക്കുന്നു, സെയിം അനുഭവം അടുത്ത തലമുറയെ നമുക്കിവിടെ നമ്മുടെ മക്കളിലൂടെ നമുക്ക് കിട്ടുമെന്നല്ലേ. എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഈ വിഷയം ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. സീരിയസ്ലി എനിക്ക് ഈ വിഷയം പറയാൻ താല്പര്യം ഉണ്ടായിട്ട് പറയുന്നില്ല. ജസ്റ്റ് ചിറ്റ് ഫോർ ചാറ്റ്, അത്രയേ ഉള്ളൂ.